സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നാളെയാണ്. വോട്ടെണ്ണലിനായി നിയോഗിച്ച ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ഇന്നലെ പൂർണ്ണമായി. വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. സംസ്ഥാനത്ത് 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ സജ്ജീകരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സൈൻ ലാബ് ദിനം, കൊച്ചിയിൽ നിന്ന് MK ഷുക്കൂറും കോഴിക്കോട്ട് നിന്ന് മുഹമ്മദ് അസ്ലമും ഉണ്ട്. ആദ്യം സേഫിലേക്ക്. സേഫ്, ഈ പോളിംഗ് ദിനത്തിൽ, വോട്ടെടുപ്പ് ദിനത്തിൽ ഉയർന്ന പരാതികൾ ഈ വോട്ടെണ്ണൽ ദിനത്തിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കാനുള്ള നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അജിംസ്. പക്ഷേ ഈ റിസൾട്ട് വേഗത്തിൽ തന്നെ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള സൗകര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണ ഒരുക്കിയിട്ടില്ല. കഴിഞ്ഞ തവണ അതായിരുന്നു അവസ്ഥ. സാധാരണഗതിയിൽ ഒരു ലിങ്ക് നമുക്ക് തരാറുണ്ട്, അവരുടെ ഒരു IP അഡ്രസ്സ് തരാറുണ്ട്. അതുവഴി മാധ്യമങ്ങൾക്ക് കൃത്യമായിട്ട് അത് അപ്ഡേറ്റ് ചെയ്യുകയും വേഗത്തിൽ തന്നെ അത് നൽകുകയും ചെയ്യാമായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. പൊതുജനങ്ങൾക്ക് സാധാരണ കിട്ടുന്ന ആ അപ്ഡേറ്റിന് അപ്പുറത്തേക്ക് കടന്നുള്ള അപ്ഡേറ്റ് ഒന്നും കൗണ്ടിംഗ് സെന്ററിൽ നിന്ന് കിട്ടും എന്നതിനപ്പുറത്തേക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല. എല്ലാവർക്കും കൂടി പൊതുജനങ്ങൾക്കടക്കം ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ മാധ്യമങ്ങൾക്ക് അത് കിട്ടൂ എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും പരമാവധി വേഗത്തിൽ വോട്ടെണ്ണുന്നത് 8 മണിക്ക് ആരംഭിക്കും. പരമാവധി വേഗത്തിൽ അത് എത്തിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അത് പലതരത്തിൽ പല ബന്ധങ്ങൾ ഉപയോഗിച്ച് അത് വേഗത്തിൽ തന്നെ ആദ്യം തന്നെ എത്തിക്കാൻ, ഇലക്ഷൻ കമ്മീഷൻ നൽകുന്നതിന് മുമ്പ് തന്നെ ആ വിവരങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ പരമാവധി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യ ഫല സൂചനകൾ നമുക്ക് ആദ്യം തന്നെ നൽകാനും കഴിയും. ആദ്യത്തെ എങ്ങോട്ടാണ് ഇതിൻ്റെ ട്രെൻഡ്, എങ്ങോട്ടാണ് ഇതിൻ്റെ പോക്ക് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ നൽകാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളും ഒരുക്കുന്നുണ്ട്. ഇന്നുച്ചയ്ക്ക് 12:30 കൂടി രത്തൻ കേൽക്കർ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ വോട്ടെണ്ണലിന്റെ ഒരു ക്രമീകരണം വിശദീകരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്. പല മണ്ഡലങ്ങളിലും പല ടേബിളുകളാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചില മണ്ഡലങ്ങളിൽ 14 ടേബിൾ, ഒറ്റ റൗണ്ടിൽ 14 ടേബിൾ എണ്ണുന്നുണ്ട്. ചില മണ്ഡലങ്ങളിൽ 12 ടേബിളാണുള്ളത്. ചില മണ്ഡലങ്ങളിൽ അത് 16 ടേബിളിലേക്ക് പോകുന്നുണ്ട്. ആദ്യം പോസ്റ്റൽ ബാലറ്റാണ് എണ്ണുന്നത്. പോസ്റ്റൽ ബാലറ്റ് എണ്ണാൻ വേണ്ടി പ്രത്യേക സജ്ജീകരണം ഓരോ മണ്ഡലത്തിലും ഒരുക്കിയിട്ടുണ്ട്. ഒരു ടേബിളിൽ 500 പോസ്റ്റൽ ബാലറ്റ് ആയിരിക്കും എണ്ണുക. അങ്ങനെ 3000 പോസ്റ്റൽ ബാലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 6 ടേബിളുകൾ സജ്ജീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യം എണ്ണി തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റ് ആയിരിക്കും. അതിന് സമാന്തരമായി തന്നെ മറ്റ് EVM മെഷീനും കൂടി എണ്ണാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥ വിന്യാസം ഏതാണ്ട് 15,000-ഓളം ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വോട്ടെണ്ണുന്നതുമായി ബന്ധപ്പെട്ട് വിന്യസിച്ചിരിക്കുന്നത്. ചില രാഷ്ട്രീയ പാർട്ടികൾ ചില പരാതികൾ ഇപ്പോഴും പറയുന്നുണ്ട്. എന്നിരുന്നാലും അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോഴുള്ളത്. ഉച്ചയോടുകൂടി അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുക. ജിംസ്.